കോൺഗ്രസുകാരുടെയും ലീഗന്മാരുടെയും മൗദൂദികളുടെയും ശ്രദ്ധയ്ക്കാണ് ദേ ഒരു പുതിയ ചിത്രം എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് തന്നെ പിണറായിയുടെ ഒരു സംഘപരിവാർ ബന്ധം എന്നൊരു കഥ ഉണ്ടാക്കി പ്രചരണം തുടങ്ങിക്കോളൂ. ആ നിപ്പ്, ബൊക്കെ കൊടുക്കുന്ന രീതി, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു പുതിയ കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മൗദൂദികളെയും കുറച്ച് ജമാത്തുകളെയും കുറച്ച് മണ്ടപോയ ലീഗന്മാരെയും കുറച്ച് കോൺഗ്രസ്സുകാരെയൊക്കെ നിങ്ങൾക്ക് ആ കഥയിലൂടെ കുറച്ചു നാൾ കൂടി പറ്റിക്കാം. കേരളത്തിലേക്ക് വന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനം നടത്തുന്നുണ്ട്. എയർപോർട്ടിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പോയി സ്വീകരിച്ചതാണ്. ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം സതീശന് സംഘം ഉണ്ടാക്കുന്ന കുറെ കഥകളുണ്ട്. ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടോ, അതെല്ലാം കോംപ്രമൈസ് ആണ്. അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ സ്വീകരിക്കുന്നതിലുള്ള ചിരി, അദ്ദേഹത്തിന്റെ ഭവ്യത, ഇതെല്ലാം അളന്ന് നോക്കി വേണം കൃത്യമായിട്ട് കഥ ഉണ്ടാക്കാൻ. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒക്കെ മുഖ്യമന്ത്രിമാരാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ദ്രൗപദി മുർമു വരുമ്പോൾ ഒരു മടലുമായിട്ട് നിന്നേനെ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം. കാര്യം കോൺഗ്രസ്സുകാരാണ്. അവർ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യക്കകത്തുള്ള ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കാണാൻ പോകുന്നതിനുണ്ടാക്കുന്ന കഥകൾ കണ്ടിട്ടില്ലേ? എല്ലാം ഡീലാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ആ വഴി സഞ്ചരിക്കുകയില്ല. നേരെ ഓഫീസിൽ ചെല്ലും, അമിത്ഷായുടെ ഷർട്ടി കുത്തിപ്പിടിക്കും, എടുക്കണ ഞങ്ങളുടെ വിഹിതം എന്ന് ചോദിക്കും എന്ന തരത്തിലൊക്കെയാണ് ഇവരുടെയൊക്കെ ഡയലോഗ് അടി. അങ്ങനെ ആക്ഷൻ ഹീറോ ഡയലോഗ് അടിക്കുന്നവരുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഉണ്ടാക്കാനുള്ള ഒരു ചിത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഒട്ടും വൈകിക്കരുത്. പിണറായി RSS BJP ബന്ധത്തിന്റെ പുതിയ ഫോട്ടോ എത്തി എന്ന രീതിയിൽ ചൂടോടുകൂടിയുള്ള പ്രചരണം ആരംഭിച്ചോളൂ. പല കാര്യങ്ങളിലും ന്യായീകരിക്കാൻ കഴിയാതെ ലീഗന്മാരും കോൺഗ്രസ്സുകാരെല്ലാം തേഞ്ഞൊട്ടിയിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കുളംകലക്കൽ സ്റ്റോറിയുമായിട്ട് ഇറങ്ങൂ എന്ന് വിനീതമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ലീഗ് മൗദൂദി മൂരി കുട്ടികളോട് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്.